ഹലോ. നമ്മൾ പലപ്പോഴും ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാറുണ്ടല്ലോ അല്ലേ? പക്ഷെ ചില സമയത്ത് നമ്മുടെ ചിന്തകൾ തന്നെ എന്താ പറയാ നമുക്കൊരു തടസ്സമാവാറുണ്ട്. നിങ്ങളുടെ MA സൈക്കോളജി പഠനത്തിന്റെ ഭാഗമായിട്ട്, അതായത് MPC 001 ബ്ലോക്ക് 4 യൂണിറ്റ് 4 പ്രശ്നപരിഹാരത്തിലെ തടസ്സങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. എന്താണിത്? എങ്ങനെയാണിത് നമ്മുടെ ചിന്തയും പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവിനെയും ഒക്കെ ബാധിക്കുന്നത്? നമുക്കിതൊന്ന് ശരിക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു മാനസികമായ കെണിയാണ്. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അതിന്റെ ഏറ്റവും സാധാരണമായ ഉപയോഗം അത് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരൂ. കാൾ ഡങ്കറാണ് 1935 ഈ ഒരു ആശയം പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചുറ്റിക. അത് ആണിയടിക്കാൻ മാത്രമുള്ളതാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നു. ആ ചുറ്റിയ കൊണ്ട് വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആ ഒരു ചിന്ത വരാൻ ഈ ഫിക്സഡ്നെസ് സമ്മതിക്കില്ല. ഇതൊരു എഫിഷ്യൻസിക്ക് വേണ്ടിയുള്ളൊരു രീതിയാവാം, ഒരു ഷോർട്ട് കട്ട് പോലെ. പക്ഷേ പുതിയ വഴികൾ അത് ബ്ലോക്ക് ചെയ്യും. ഇത് വ്യക്തമാക്കാൻ ഡങ്കറുടെ തന്നെ ഒരു ക്ലാസിക് പരീക്ഷണമുണ്ടല്ലോ, മെഴുകുതിരി പ്രശ്നമല്ലേ? ചുമരിൽ ഒരു പ്രത്യേക ഹൈറ്റിൽ മെഴുകുതിരി കത്തിച്ചു വെക്കണം. പക്ഷെ മെഴുകു താഴെ വീഴാനും പാടില്ല. അവർക്ക് കുറച്ച് സാധനങ്ങളും കൊടുത്തു അല്ലേ? എന്തൊക്കെയായിരുന്നു അത്? അതെ, മെഴുകുതിരി കൊടുത്തു, പിന്നെ കുറച്ച് തകരപ്പിൻസ്, ടാക്സ്, ഒരു തീപ്പെട്ടി, പിന്നെ ഇതെല്ലാം ഒരു കാർഡ്ബോർഡ് പെട്ടിയിലായിരുന്നു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പരീക്ഷിച്ചവരിൽ വളരെ കുറച്ചു പേർക്ക്, ഏകദേശം ഒരു 43% പേർക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റി. കാരണം എന്താ? അവരെല്ലാവരും ആ കാർഡ്ബോർഡ് പെട്ടിയെ സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു പാത്രം, ഒരു കണ്ടെയ്നർ മാത്രമായിട്ടാണ് കണ്ടത്. ഓ, അപ്പൊ അതാണ് ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ് അല്ലേ? ആ പെട്ടിയുടെ സാധാരണ ഉപയോഗം മനസ്സിലുറച്ചുപോയി. അതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കാമെന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അവിടെയാണ് ആ ഫിക്സഡ്നെസ് വരുന്നത്. ശരി. പിന്നെ എങ്ങനെയാണ് അവരത് പരിഹരിച്ചത്? എല്ലാവർക്കും പിന്നീട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞല്ലോ. അതാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ്. പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലെ അവർ ആ പെട്ടിയിലുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്തു. കാലിയായ പെട്ടി മേശപ്പുറത്ത് വെച്ചു. അപ്പോ മിക്കവാറും എല്ലാവരും ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ആണോ? എങ്ങനെ? അവരാ കാലി പെട്ടിയെടുത്തു, തകരപ്പിന്നുപയോഗിച്ച് ചുമരിൽ ഉറപ്പിച്ചു. എന്നിട്ടതിനെ മെഴുകുതിരി വയ്ക്കാനുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമാക്കി മാറ്റി. കൊള്ളാം. പെട്ടിയെ ഒരു കണ്ടെയ്നർ എന്നതിൽ നിന്ന് മാറ്റി ചിന്തിച്ചപ്പോൾ അതിന്റെ പുതിയൊരു ഉപയോഗം അവർക്ക് കണ്ടെത്താൻ പറ്റി. ഇത് വളരെ ക്ലിയറായി. ഇനിയിപ്പോ ഇതുപോലെ വേറൊരു ഉദാഹരണം. ഒരു കണക്കിന്റെ പ്രശ്നമുണ്ടല്ലോ, സിമിലിന്റെ നാണയ പ്രശ്നം. അതായത് കയ്യിൽ 8 നാണയങ്ങളുണ്ട്, അതിലൊന്ന് കള്ള നാണയമാണ്, ഭാരം കുറവാണ്. ഒരു ത്രാസ്, അതും 2 തവണ മാത്രം ഉപയോഗിച്ച് ആ കള്ള നാണയം കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണയായി എങ്ങനെയാ ചിന്തിക്കുക? അതെ, ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും എന്താ ചെയ്യാ? 8 നാണയങ്ങളെ 4 വെച്ചുള്ള 2 ഗ്രൂപ്പാക്കും. കാരണം 8നെ പകുതിയാക്കുക എന്നത് വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു കാര്യമാണല്ലോ. 4 വെച്ച് തൂക്കിയാൽ 2 തവണ കൊണ്ട് മാത്രം കറക്റ്റ് ഉത്തരം കിട്ടില്ല, ചിലപ്പോൾ കിട്ടില്ല. ഇവിടെയും ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ് വരുന്നുണ്ട്. 8നെ 4+4 എന്ന് മാത്രം വിഭജിക്കാൻ നമ്മൾ ഫിക്സേറ്റഡ് ആവുകയാണ്. ശരിയാണ്. 4+4 എന്ന ചിന്ത അത് വഴിമുട്ടിക്കും. അപ്പോ ശരിയായ രീതി എന്താണ്? ഇവിടെ നമ്മൾ 8നെ 3, 3, 2 എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കണം. ഓക്കെ, 3, 3, 2. എന്നിട്ട് ആദ്യം ആ 3 എണ്ണം വീതമുള്ള 2 ഗ്രൂപ്പുകളെ ത്രാസിൽ വെക്കുക. അപ്പോൾ 2 സാധ്യതയുണ്ട്. ഒന്നുകിൽ ത്രാസ് ഈക്വൽ ആവും, അല്ലെങ്കിൽ ഒരു സൈഡ് പൊങ്ങും. ശരി. ത്രാസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ തൂക്കാതെ വെച്ച 2 എണ്ണത്തിന്റെ ഗ്രൂപ്പിലാണ് കള്ളൻ. ആ 2 എണ്ണം എടുത്ത് ഒന്നുകൂടി തൂക്കുക. ഇതാണ് രണ്ടാമത്തെ തൂക്കം. ഭാരം കുറഞ്ഞത് ഏതാണോ അതാണ് കള്ളൻ. ഓക്കെ. ഇനി ആദ്യത്തെ തൂക്കത്തിൽ ഒരു സൈഡ് ഭാരം കുറഞ്ഞാണെങ്കിൽ ആ 3 എണ്ണത്തിന്റെ ഗ്രൂപ്പിലാണ് കള്ളൻ. അപ്പോൾ ആ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എടുത്ത് വീണ്ടും തൂക്കുക. ഇതാണ് രണ്ടാമത്തെ തൂക്കം. ആ 2 എണ്ണം ഈക്വൽ ആണെങ്കിൽ തൂക്കാതെ മാറ്റിവെച്ച 3ാമത്തെ നാണയാണ് കള്ളൻ. അതല്ല, ഒരെണ്ണം ഭാരം കുറഞ്ഞാണെങ്കിൽ അത് തന്നെ കള്ളൻ. സിമ്പിൾ. കൊള്ളാം. ഇത് സാധാരണഗതിയിൽ 3, 3, 2 എന്ന് ചിന്തിക്കില്ല അല്ലേ? അപ്പൊ ഇത് വസ്തുക്കളിൽ മാത്രമല്ല, ഇതുപോലെ സംഖ്യകളിലും ആശയങ്ങളിലുമൊക്കെ ഈ ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ് വരാം. ഇത് മെന്റൽ സെറ്റ് എന്ന് പറയുന്ന ഒരു ആശയവുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നല്ലോ. കൃത്യമാണ്. ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മെന്റൽ സെറ്റ്, അല്ലെങ്കിൽ ജർമ്മൻ വാക്ക് ഐൻസ്റ്റെല്ലുങ് എന്ന വലിയൊരാശയത്തിന്റെ ഭാഗമാണ്. അതായത് മുൻപ് വിജയിച്ച ഒരു രീതിയിൽ
അല്ലെങ്കിൽ ഒരു ചിന്താഗതിയിൽ നമ്മളങ്ങ് ഉറച്ചു പോവുക. അത് കാരണം പുതിയതും ചിലപ്പോൾ എളുപ്പമുള്ളതുമായ വഴികൾ കാണാതെ പോകുന്നു. ലൂച്ചിൻസിന്റെ വാട്ടർ ജാർ പരീക്ഷണങ്ങളൊക്കെ ഇതിന്റെ നല്ല ഉദാഹരണങ്ങളാണ്. ഈയൊരു ഫിക്സ്ഡ്നെസ് അല്ലെങ്കിൽ സെറ്റ് പലപ്പോഴും പ്രശ്നപരിഹാരത്തിന് ഒരു വലിയ തടസ്സം തന്നെയാണ്. അപ്പോ ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളിത് മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യമെന്താണ്? ഇത് വെറുമൊരു തിയറി മാത്രമാണോ? ഒരിക്കലുമല്ല. ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒന്നാണ്. ഒന്നാമതായിട്ട് നമ്മുടെയൊക്കെ ചിന്തയിലുള്ള ഇത്തരം പക്ഷപാതങ്ങൾ, അതായത് കോഗ്നിറ്റീവ് ബയാസുകൾ, അത് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. നമ്മളിൽ തന്നെയുള്ളതും മറ്റുള്ളവരുടെ ചിന്താരീതികളെ മനസ്സിലാക്കാനും. പിന്നെ ക്രിയാത്മകമായ പ്രശ്നപരിഹാരം, ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ്, അതിന് ഇത് വളരെ അത്യാവശ്യമാണ്. ക്ലിനിക്കൽ സൈക്കോളജിയിലാണെങ്കിൽ ഒരു ക്ലയന്റ് അവരുടെ പ്രശ്നങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ മാത്രം കാണുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫിക്സേഷനോടെ കാണുന്നുണ്ടെങ്കിൽ, അത് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ ഈ അറിവ് ഉപയോഗിക്കാം. റിസർച്ചിലാണെങ്കിലും പുതിയ വഴികൾ ചിന്തിക്കാൻ ഇത് പ്രേരിപ്പിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ചിന്തയുടെ പരിമിതികളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അതിന് ഇത് സഹായിക്കും. ശരിയാണ്. അപ്പോ ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്നത് നമ്മളറിയാതെ നമ്മുടെ ചിന്തയെ പരിമിതപ്പെടുത്തുന്ന ഒന്നാണ്. ഡങ്കറുടെ മെഴുകുതിരി പ്രശ്നവും സിമ്മലിന്റെ നാണയപ്രശ്നവുമൊക്കെ അതെത്രത്തോളം സാധാരണവും ശക്തവുമാണെന്ന് കാണിച്ചു തരുന്നു. അതെ, ഇത് മറികടക്കാൻ നമ്മളൊരു ബോധപൂർവമായ ശ്രമം നടത്തേണ്ടതുണ്ട്. വസ്തുക്കളെയും സാഹചര്യങ്ങളെയും അതിന്റെ സാധാരണ ഉപയോഗത്തിന് അപ്പുറം കാണാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് വേറെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ഒരു അവസാന ചിന്തയായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ അവസാനമായിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിലെ അതിൻ്റെ ആ പതിവ് ഉപയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ രീതിയിൽ ഉപയോഗിച്ചത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ സമീപിക്കാൻ ആ സാധാരണ ചിന്തിക്കുന്ന വഴിവിട്ട് തികച്ചും പുതിയൊരു രീതി പരീക്ഷിച്ചത് എപ്പോഴാണ്? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതും ചിന്തിക്കുന്നതും നിങ്ങളുടെ പ്രശ്നപരിഹാരശേഷി വർദ്ധിപ്പിക്കാൻ എന്തായാലും സഹായിക്കും.